നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിൻബാദ് എന്ന നാവികന്റെ ഇതിഹാസതുല്യമായ യാത്രകളിലെ അവസാനത്തെ 4 കഥകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സാഹസികമായ 4 യാത്രകൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈയൊരു ചോദ്യം ഇതിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. സിൻബാദ് എന്ന ആ ഐതിഹാസിക നാവികന്റെ അവസാനത്തെ 4 യാത്രകളിലെല്ലാം കാതൽ ഈയൊരു ചോദ്യമാണ്. അപ്പോ എങ്ങനെയാണ് സിൻബാദിന് ഇത്രയധികം സമ്പത്തും മനസ്സമാധാനമൊക്കെ കിട്ടിയത്? അതറിയാനായി നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കാം. ശവക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടതും ഭീകരനായ ഒരു വൃദ്ധനെ നേരിട്ടതും ഇരുട്ടിൽ നിധി കണ്ടെത്തിയതും അവസാനം ആനകളുടെ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കിയതുമായ അങ്ങനെയുള്ള 4 അവിശ്വസനീയമായ യാത്രകളിലൂടെ. ശരി, നമുക്ക് 4ാമത്തെ യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ 4ാമത്തെ യാത്രയിൽ കപ്പൽ തകർന്ന് ചെന്നുപെട്ടത് ഒരു നരഭോജി ദ്വീപിലാണ്. അവിടെ വെച്ച് സിൻബാദ് ഒരുപക്ഷെ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇവിടെയാണ് സിൻബാദ് വ്യത്യസ്തനാകുന്നത്. മറ്റുള്ളവരൊക്കെ അവർ കൊടുത്ത ആ സസ്യം കഴിച്ച് ബോധം കെട്ട് നരഭോജികൾക്ക് ഇരയായപ്പോൾ സിൻബാദ് മാത്രം അത് കഴിച്ചില്ല. പകരം മെലിഞ്ഞുണങ്ങി രോഗിയാണെന്ന് അഭിനയിച്ചു. തക്കം കിട്ടിയപ്പോൾ ആരും കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ നരഭോജികളിൽ നിന്ന് രക്ഷപ്പെട്ട് സിൻബാദ് ഒരു പുതിയ രാജ്യത്തെത്തി. അവിടെ ആളുകൾ അവനെ നന്നായി സ്വീകരിച്ചു. അവൻ അവിടെ ഒരു വിവാഹം കഴിച്ച് സെറ്റിലാകാൻ തീരുമാനിച്ചു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. കാരണം ആ നാട്ടിൽ വളരെ ഭയാനകമായ ഒരു ആചാരമുണ്ടായിരുന്നു. വിധി സിൻബാദിനെ വീണ്ടും പരീക്ഷിച്ചു. അവന്റെ ഭാര്യ അസുഖം ബാധിച്ച് മരിച്ചു. ആ നാട്ടിലെ നിയമമനുസരിച്ച് ഭാര്യ മരിച്ചാൽ ഭർത്താവിനെയും കൂടെ അടക്കം ചെയ്യണം. അങ്ങനെ ജീവനോടെയുള്ള സിൻബാദിനെ കുറച്ച് ഭക്ഷണവും വെള്ളവും കൊടുത്ത് മരിച്ചവരോടൊപ്പം ആ ഇരുണ്ട കുഴിയിലേക്ക് തള്ളി. ആലോചിച്ചു നോക്കൂ, എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്ന ചിന്തയിൽ സിൻബാദ് എത്രത്തോളം നിസ്സഹായനായിട്ടുണ്ടാവുമെന്ന്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ പിന്നീട് ആ കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ കൊന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ ഭക്ഷണവും വെള്ളവും അവൻ തട്ടിയെടുത്തു. അതിജീവനത്തിനു വേണ്ടി അവൻ ചെയ്ത ക്രൂരമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ആ 4ാമത്തെ യാത്രയിലെ ഭീകരതയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട സിൻബാദ് അടുത്തതായി നേരിടാൻ പോകുന്നത് ആരെയാണെന്ന് നോക്കാം. ഇത്തവണത്തെ എതിരാളി ഒരു സാധാരണ മനുഷ്യനല്ല, ശക്തി കൊണ്ട് മാത്രം തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു അമാനുഷികനാണ്. 5ാമത്തെ യാത്ര തുടങ്ങുന്നത് തന്നെ കൂടെയുള്ളവരുടെ അത്യാഗ്രഹം കൊണ്ടാണ്. സിൻബാദ് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവർ ഐതിഹ്യങ്ങളിൽ പറയുന്ന ഭീമാകാരനായ റോക്ക് പക്ഷിയുടെ മുട്ട പൊട്ടിച്ച് അതിന്റെ കുഞ്ഞിനെ തിന്നു. അതിന്റെ ഫലം വളരെ പെട്ടെന്നായിരുന്നു. ദേഷ്യം വന്ന പക്ഷിദമ്പതികൾ ആകാശത്തുനിന്ന് വലിയ പാറക്കല്ലുകളിട്ട് കപ്പൽ പൂർണ്ണമായി തകർത്തു. അങ്ങനെ സിൻബാദ് വീണ്ടും ഒറ്റപ്പെട്ടു. കരയിൽ ഒറ്റപ്പെട്ടുപോയ സിൻബാദ് ഒരു ദുർബലനായ വൃദ്ധനെ കണ്ടുമുട്ടി. നദി കടക്കാൻ അയാൾ സഹായം ചോദിച്ചു. ദയ തോന്നി സിൻബാദ് അയാളെ തോളിലേറ്റി. പക്ഷേ തോളിൽ കയറിയ ശേഷം ആ വൃദ്ധൻ താഴെ ഇറങ്ങിയില്ല. പിന്നീടതൊരു പേടിസ്വപ്നമായി മാറി. കടലിലെ വൃദ്ധൻ എന്നറിയപ്പെടുന്ന ആ ഭീകരജീവിയുടെ പിടിയിലായിരുന്നു സിൻബാദ്. ഇവിടെയും സിൻബാദിനെ രക്ഷിച്ചത് അവന്റെ ബുദ്ധിയാണ്. ശക്തി കൊണ്ട് അയാളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ അവനൊരു സൂത്രം പ്രയോഗിച്ചു. മുന്തിരിനീര് പുളിപ്പിച്ച് വീഞ്ഞുണ്ടാക്കി അതാ വൃദ്ധന് കുടിക്കാൻ കൊടുത്തു. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ അയാളുടെ പിടിയയഞ്ഞു. ആ തക്കത്തിന് സിൻബാദ് അയാളെ താഴെയിട്ട് കൊന്നു. അങ്ങനെ തന്ത്രപരമായി അവൻ വീണ്ടും രക്ഷപ്പെട്ടു. ആ വൃദ്ധന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സിൻബാദ് അടുത്തതായി എത്തുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ യാത്രകളിലെ ഏറ്റവും വിചിത്രമായ ഒരിടത്താണ്. 6ാമത്തെ യാത്രയിലും കപ്പൽ തകർന്നു. ഇത്തവണ ചെന്നുപെട്ടത് മനുഷ്യന്റെ എല്ലുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും ഒരുപോലെ ചിതറിക്കിടക്കുന്നൊരു തീരത്താണ്. കൂടെയുണ്ടായിരുന്നവർ ഓരോരുത്തരായി പട്ടിണി കിടന്ന് മരിക്കുന്നത് സിൻബാദിന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മരണം മുന്നിൽ കണ്ട ആ നിമിഷം സിൻബാദ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റിസ്ക് എടുത്തു. ഒരു ചങ്ങാടമുണ്ടാക്കി കയ്യിൽ കിട്ടിയ രത്നങ്ങളുമെടുത്ത് ഒരു പർവ്വതത്തിനുള്ളിലേക്ക് ഒഴുകിപ്പോകുന്ന ഇരുണ്ട നദിയിലേക്ക് അവനിറങ്ങി. ആ യാത്ര എങ്ങോട്ടു പോകുമെന്ന് ഒരുറപ്പുമില്ല. എങ്കിലും അതായിരുന്നു അവന്റെ ഒരേയൊരു പ്രതീക്ഷ. ഭാഗ്യം അവനെ തുണച്ചു. ആ നദി അവനെ എത്തിച്ചത് അത്ഭുതങ്ങളുടെ നാടായ സെറൻഡിബിലാണ്. അവിടെ നിന്ന് ബാഗ്ദാദിലേക്ക് മടങ്ങുമ്പോൾ അവിടുത്തെ രാജാവ് ഖലീഫയ്ക്ക് കൊടുത്തയച്ച സമ്മാനങ്ങളൊന്നു നോക്കൂ. ഒരൊറ്റ മാണിക്യം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പാത്രം, സ്വർണ്ണനൂലുകൊണ്ട് നെയ്ത കിടക്ക, പിന്നെ സോളമൻ രാജാവിന്റെ ഐതിഹാസികമായ മേശ വരെ. ശരിക്കും ഇനിയൊരു യാത്രയും വേണ്ടെന്ന് സിൻബാദ് പലതവണ തീരുമാനിച്ചതാണ്. പക്ഷേ ബാഗ്ദാദിലെ ഖലീഫയുടെ നിർബന്ധം കാരണം അദ്ദേഹത്തിന് 7ാമത്തെ, അതായത് അവസാനത്തെ യാത്രയ്ക്ക് പുറപ്പെടേണ്ടി വന്നു. പതിവ് പോലെ തന്നെ ആ യാത്രയിലും ദുരന്തം സിൻബാദിനെ പിടികൂടി. കടൽക്കൊള്ളക്കാർ അവനെ പിടികൂടി അടിമയായി വിറ്റു.
അവന്റെ പുതിയ ജോലി എന്തായിരുന്നെന്നോ? ആനക്കൊമ്പിനു വേണ്ടി ആനകളെ വേട്ടയാടുക. എന്നാൽ അവിടെ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. എല്ലാ ദിവസവും തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൊല്ലുന്ന സിൻബാദിനെ ആനക്കൂട്ടത്തിലെ നേതാവ് ആക്രമിക്കുന്നതിന് പകരം അവനൊരു സൂചന നൽകി. എന്നിട്ടൊരു സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ആനകൾ അവനെ കൊണ്ടുപോയത് 100 കണക്കിന് ആനക്കൊമ്പുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു, ഒരു ആന ശ്മശാനത്തിലേക്ക്. കൊമ്പുകൾക്ക് വേണ്ടി ഇനി ഞങ്ങളെ കൊല്ലരുത് എന്ന് പറയാതെ പറയുകയായിരുന്നു അവ. ഈ സംഭവം കേട്ട സിൻബാദിന്റെ യജമാനൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം സിൻബാദിന് സ്വാതന്ത്ര്യം നൽകി ആ വലിയ സമ്പത്തിന്റെ ഒരു പങ്കും കൊടുത്തു. ഒരുപക്ഷേ ആ മൃഗങ്ങളോടുള്ള ആ ഒരു ആശയവിനിമയമാണ് സിൻബാദിന് എന്നേക്കുമായുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഈ കഥ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. സിൻബാദ് ബാഗ്ദാദിൽ തിരിച്ചെത്തി പാവപ്പെട്ട ചുമട്ടുകാരനായ ഹിൻബാദിനോട് തന്റെ അതിജീവനത്തിന്റെ കഥകൾ ഒന്നൊന്നായി പറയുകയാണ്. നരഭോജികളെയും ഭീകരജീവികളെയും നേരിട്ട് ജീവനോടെ കുഴിച്ചുമുഴപ്പെട്ടിട്ടും അതിജീവിച്ച സിൻബാദ് ഒടുവിൽ തന്റെ കഥ അവസാനിപ്പിക്കുകയാണ്. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളാണ് തനിക്ക് ഈ വിശ്രമജീവിതം നേടിക്കൊടുത്തതെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്.